ഹലോ, വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു മെഴുക്ക് വരട്ടിയാണ്. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം. അപ്പോൾ എന്താണെന്നല്ലേ, സബോള മെഴുക്ക് വരട്ടി. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് സബോള. ഇവിടെ ഒരു 3 മീഡിയം സൈസ് സബോളയും ഒരു വലിയ സബോളയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 4 സബോള. ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത് ഇത്രയും വേണ്ട നമുക്ക്. ഇതിൻ്റെ ഒരു ചെറിയ പീസ് മതി ഇഞ്ചി. പിന്നെ വേപ്പില. പിന്നെ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് ചേർക്കും. അത് ഞാൻ ചേർക്കുമ്പോൾ കാണിച്ചുതരാം. ആദ്യം തന്നെ നമുക്ക് സബോള നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ആദ്യം തന്നെ നമുക്ക് സബോള ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കിരിക്കുന്ന ഈ സാധനം എടുത്ത് കളയണം. ഇതെല്ലാവർക്കും അറിയാമല്ലോ, എന്നാലും അറിയാൻ മേലാത്ത പിള്ളേരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതേ നമ്മുടെ സവോള എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, ഇത് എല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് കത്തിക്കാം. നമ്മളിത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മെഴുക്ക് വരട്ടിയാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്കൊന്ന് കടുകിടാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കത് 1 ടീസ്പൂൺ ഇഞ്ചി അത്രയും മതിയാവും. ആ എടുത്ത ഇഞ്ചിയിൽ ഇത്രയും ഇഞ്ചി മിച്ചം വന്നു. ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള അങ്ങനെ വാടിക്കുഴയണമെന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വാടണം. കളറ് മാറി അങ്ങനെ ബ്രൗൺ ആവുമോ അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ സവോള എളുപ്പം വഴന്ന് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? ഉപ്പ് ചേർക്കണ്ടേ? അപ്പോൾ നമുക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം അവരവരുടെ പാകത്തിനാണ്. ഓരെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. പിന്നെ നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ സവോള ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മളിത് സ്വല്പം എണ്ണയിലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടി പിടിച്ചു പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല. പകരം നമുക്ക് സാധനവും നഷ്ടമാകും, അരിവ് ചുവയുണ്ടാകും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയം നമുക്ക് ഇച്ചിരി വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില കുറച്ച് കൂടുതൽ ചേർത്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പം തന്നെ വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വാടിയാൽ പോരാ നമുക്ക്. അതുകൊണ്ട് അത് അവിടെ ഇരുന്ന് വന്ന് വാടട്ടെ. നമുക്ക് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. സവോള ഒരു പകുതി 3/4% അതൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് സ്വല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതായത് 1 ടീസ്പൂൺ മുളക് പൊടി. ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർക്കുന്നതാണ് കുരുമുളക് പൊടി. അതും 1 ടീസ്പൂൺ. അത് എരിവ് നോക്കിയിട്ട്, നിങ്ങൾക്ക് എരിവ് കുറവാണ് വേണ്ടെങ്കിൽ ഇത്രയും ചേർക്കണ്ട, ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് ഒന്ന് ആ ചേർത്ത പൊടിയുടെയൊക്കെ പച്ചച്ചവ ഒന്ന് മാറി വരട്ടെ. നമ്മൾ മുളക് പൊടിയും എല്ലാം ചേർത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം അത് ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചേർത്തില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമുക്കിതൊന്ന് ആവി കയറിക്കണം. അപ്പോൾ നമ്മുടെ സവോള മെഴുക്ക് വരട്ടി ഇടം വരെ ആയെന്ന് നോക്കാം. ആവിയൊക്കെ കയറി സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഴുക്ക് വരട്ടിയുടെ പരിപാടി. അപ്പോൾ ഉപ്പും എല്ലാം കറക്റ്റാണ്. സവോള അങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല ഇതായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പും എല്ലാം ഞാൻ നോക്കി, എല്ലാം മതി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പോൾ പെട്ടെന്നല്ലേ, സവോള അരിയുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ മെഴുക്ക് വരട്ടി റെഡിയാക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറന്നു പോകരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.